സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് ശേഷമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ ക്ഷണിതാക്കളുടെ പട്ടികയിലുണ്ടാകും. VS അച്യുതാനന്ദനെ അവഗണിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ തോന്നിയാസമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. VS ഇന്ന് ജീവിച്ചിരിക്കുന്ന CPIM രൂപീകരണത്തിലേക്ക് എത്തിയ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 സഖാക്കളിൽ ഒരാളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ്. അതുകൊണ്ട് VSന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ്. സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. അതിൽ ഒന്നാമത്തെ പേര് VSൻ്റെതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, ഇന്ന് ദേശാഭിമാനിയിൽ നൽകിയ അഭിമുഖം, അതിന് പിന്നാലെ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാം ഒരേ കാര്യമാണ്. മാധ്യമങ്ങൾ ഈ വാർത്തകൾ നൽകുന്നത് തോന്നിയാസമാണ്. VS അച്യുതാനന്ദനെ ഒഴിവാക്കി പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നതടക്കമുള്ള വാർത്തകൾ തെറ്റാണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ഒപ്പം തന്നെ VS ഈ പാർട്ടിയുടെ സ്വത്താണ്, കരുത്താണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി VS ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ, ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലീഗിനോടുള്ള നിലപാടിനെ കുറിച്ചൊക്കെ ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു. കൃത്യമായ മറുപടി ഗോവിന്ദൻ മാസ്റ്റർ നൽകുകയും ചെയ്തു. എന്താണ് ഗോവിന്ദൻ മാസ്റ്റർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ദില്ലിയിൽ പ്രതികരിച്ചത്? സിജു, ഈ ക്ഷണിതാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് VSനെ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയില്ല എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചത്. അതിന് കൃത്യമായും ഗോവിന്ദ മാസ്റ്റർ മറുപടി നൽകുകയുണ്ടായി. ഈ ക്ഷണിതാക്കൾ അടക്കമുള്ള കാര്യത്തിൽ ഇനിയാണ് പാർട്ടി തീരുമാനം എടുക്കുക. മുതിർന്ന നേതാവ് എന്ന നിലയിലും പാർട്ടി രൂപീകരിച്ച കാലം തൊട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ VSനെ ഒരിക്കലും ഒഴിവാക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു ക്ഷണിതാക്കളുടെ ലിസ്റ്റ് ഉണ്ടാവുമ്പോൾ അതിൽ ഒന്നാമതായി തന്നെ VSനെ പരിഗണിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. VS എന്തായാലും ക്ഷണിതാവിന്റെ പട്ടികയിൽ ഉണ്ടാകും. അത്തരത്തിൽ വളച്ചൊടിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ തോന്നിയാസത്തിന് മറുപടി പറയാൻ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടിയോ വിചാരിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ മാഷ് നടത്തിയിട്ടുള്ളത്. മറ്റു വിഷയം, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്താണ് പാർട്ടിക്ക് ബന്ധം എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി ഗോവിന്ദ മാഷ് പറഞ്ഞത് ഒരു തരത്തിലും സംസ്ഥാനത്തു നിന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. നിങ്ങൾക്ക് അത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന വാർത്തകളുടെയും നിങ്ങളുടെ സോഴ്സുകളുടെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് ഗോവിന്ദൻ മാഷ് നൽകിയത്. അത്തരത്തിൽ ഒരു ബന്ധവും CPIMന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടില്ല എന്നുള്ള കണിശമായ മറുപടി തന്നെയാണ് ഗോവിന്ദൻ മാഷ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു വിഷയം ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ആശാ വർക്കർമാരുടെ സമരം തീർച്ചയായും ഈ കേന്ദ്രത്തിനെതിരെയാണ് നടത്തേണ്ടത്. ഒരിക്കലും ആശാ വർക്കർമാരുടെ സമരത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അവർ സമരം ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണെങ്കിൽ ആ സമരം വേണ്ട എന്നുള്ള തീരുമാനങ്ങളൊന്നും തന്നെ പാർട്ടി എടുത്തിട്ടില്ല. ആശാ വർക്കർമാർ സമരം ചെയ്യണം, അത് കേന്ദ്രത്തിനെതിരെ തന്നെയായിരിക്കണം സമരം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഗോവിന്ദ മാഷ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സ്വാതി, ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, കാരണം പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞത് മുതൽ മാധ്യമങ്ങൾ വിവിധ വാർത്തകൾ P. ജയരാജനെ സെക്രട്ടേറിയറ്റിൽ എടുത്തില്ല, വീണ ജോർജിനെ ക്ഷണിതാവാക്കി തുടങ്ങി നിരന്തരം ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ മാഷ് പ്രയോഗിച്ച പദം തന്നെ മാധ്യമങ്ങളുടെ തോന്നിയാസമാണെന്ന് പറയുകയും ചെയ്തത്. എങ്ങനെയാണ്, അതായത് ഇപ്പോഴും നിലവിൽ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാക്കൾ തന്നെയാണ്. PK ശ്രീമതി അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തുടരുന്നവർ, ക്ഷണിതാക്കളായവർ അങ്ങനെ തന്നെ തുടരുകയാണ്. പാർട്ടി കോൺഗ്രസിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സംഘടനാ സംവിധാനം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവരെയും. പക്ഷേ ജനങ്ങളെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർ തന്നെ വളം വെച്ച് കൊടുക്കുന്നത് മറ്റു കാര്യം. പക്ഷേ ഏതായാലും കൃത്യമായ മറുപടി അക്കാര്യത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്കാണ് ഇന്ന് കൃത്യമായൊരു മറുപടി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത്. തീർച്ചയായും സിജു, ഒന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ഏതെല്ലാം അംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരൊന്നും തന്നെ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ള
കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുകയായിരുന്നു. എന്നാൽ കൃത്യമായും അതിന് ഗോവിന്ദൻ മാഷ് മറുപടി നൽകിയിട്ടുണ്ട്. ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഓരോ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. അതിന് കൃത്യമായ നിലപാട് CPM-നുണ്ട്. 80,000-ലധികം കേഡർമാരുള്ള പാർട്ടിയാണ്, അല്ല ഒന്നോ രണ്ടോ കേഡർമാരുടെ ഭാഗമായിട്ടല്ല ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് CPM-ന്റെ നിലപാടിനനുസരിച്ചുള്ള ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും കാണിക്കാതെ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഓരോ അംഗങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ യാതൊരു ഈ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ വ്യാജ വാർത്തകൾ പലരുടെയും പ്രതികരണങ്ങൾ വെച്ച് ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ നിരന്തരമായി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും കൃത്യമായി അല്ലെങ്കിൽ വേറൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങൾക്ക് ശേഷം സംസ്ഥാന സമ്മേളനവും അതിഗംഭീരമായി പൂർത്തീകരിച്ചുകൊണ്ട് കൃത്യമായ ഭാരവാഹി തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്ന ഘട്ടത്തിൽ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത്. അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പാർട്ടിക്ക് കൃത്യമായ നിലപാട് എല്ലാ കാലത്തും ഉണ്ട്. അത് ഇത്തവണയും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം അംഗങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഒരു ജാതിയുടെയും മതത്തിന്റെയും അല്ലെങ്കിൽ ഒരു വിവേചനവും വനിതാ സഖാക്കളെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ആരോപണമൊക്കെ തന്നെ